പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത സംരക്ഷണ പരിപാടിയിലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ശീർഷകത്തിൽ നമ്മൾ 23-ാം എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതിന് അല്പം വിശേഷണം കൂടി ചേർക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇൻക്രെഡിബിൾ ഇന്ത്യ അവിശ്വസനീയമാണ്. നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം വിചിത്രമാണ്. രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, ഭരണഘടന അനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്ത് നിയമനിർമ്മാണ സഭയിലോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് സർക്കാർ ജോലിയിലോ പ്രവേശിച്ചിട്ടുള്ളവർ, ന്യായാധിപന്മാർ ഒക്കെയും അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ നിലപാടുകൾ, പല നടപടികളും ഈ ഭരണഘടനയും ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താം എന്ന് നമ്മൾ സാധാരണ ജനങ്ങൾ അവർ ആശ്ചര്യപ്പെടുകയാണ്. നമ്മുടെ ഒരു നിയമസഭാംഗം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു കാട്ടാന വൈദ്യുതാഘാതം മൂലം ചെരിഞ്ഞു. അതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് വനപാലകർ എത്തി. അവരന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവിടെ ഒരു സോളാർ വൈദ്യുതി സംവിധാനം ഏർപ്പെടുത്തിയത് അതിൻ്റെ വോൾട്ടേജ് കൂടിപ്പോയതുകൊണ്ടോ മറ്റോ ആനെ അതിൽ തട്ടുകയും അത് ചെരിയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇക്കാര്യം അന്വേഷിക്കാനായിട്ട് സംശയിക്കപ്പെട്ട വ്യക്തിയെ അവർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഉടനെ തന്നെ മെസ്സേജ് പോവുകയാണ്. സ്ഥലത്തെ എം എൽ എയും അനുചരന്മാരും കൂടി ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നു. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുക, എന്ത് തെളിവാണുള്ളത്? അപ്പോൾ ഒരു വ്യക്തിയെ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് ആയിട്ട് വിളിച്ചു വരുത്തുമ്പോൾ ഒരു നിയമസഭാംഗം വന്നിട്ട് അതിനെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായൊരു സംഗതിയാണ്. ആ നിയമസഭാംഗം നിയമസഭയിൽ അംഗത്വം എടുക്കുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്യും. ഞാൻ നിയമം അനുസരിച്ചും നിയമത്തിന് വിധേയമായിട്ടും ഭരണഘടനയ്ക്കനുസരിച്ചും പ്രീതിയോ ഭയമോ കൂടാതെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതാണ് എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ആ സഭയിൽ അംഗമാകുന്നതും തുടർന്ന് അതിൻ്റെ നടപടിയിൽ പങ്കെടുക്കുന്നതും. അപ്പോൾ അതേ സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ് ഫോറസ്റ്റ്, പോലീസ്, റവന്യൂ, പഞ്ചായത്ത്. ഇതൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഉദ്ദേശത്തോടുകൂടിയുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിന് ഓരോന്നിനും കൃത്യമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാറുണ്ട്. ഒരു നിയമലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസുകാർ അന്വേഷിക്കും. ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം. കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കസ്റ്റംസുകാർ അന്വേഷിക്കണം. അല്ലെങ്കിൽ മയക്കുമരുന്ന് വന്നു കഴിഞ്ഞാൽ എക്സൈസുകാർ അന്വേഷിക്കണം. ഇതൊക്കെ ഇതിൻ്റെ സാധാരണ നടപടികളാണ്. ആരെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യാനായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഉടനെ പ്രദേശത്തെ MLA യോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒക്കെ ചെന്ന് അവരെ ബലമായിട്ട് മോചിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുകയാണ്. ആ ഭരിക്കുന്ന കക്ഷിയുടെ പ്രമുഖ നേതാക്കളും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം അതിന് നിശബ്ദത പാലിക്കുകയാണ്. എന്നാൽ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയാനുള്ള ഒരു സത്യസന്ധത, ഭരണഘടനയോടുള്ള വിധേയത്വം, ജനാധിപത്യ ബോധം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ഈ കേരളം കടന്നു പോവുക. ഇത് മാത്രമല്ല, ഓരോ സംഭവങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. പല സ്ഥലത്തും വിദ്യാർത്ഥികൾ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ പോന്ന് പഠിക്കാനും അവരുടെ അവകാശങ്ങൾ നിലനിർത്താനും സംരക്ഷിക്കാനും അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവർ നേരെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. അവരുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പോലും അവരിടപെടുന്നു, വഴി തടയുന്നു, ഗവർണർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ തടയുന്നു. നമ്മുടെ രാജ്യത്തല്ലാത്ത പല പ്രശ്നങ്ങളിലും, ഉദാഹരണമായിട്ട് മിഡിൽ ഈസ്റ്റിൽ പലസ്തീനിയൻ പ്രശ്നം അല്ലെങ്കിൽ ഹമാസിൻ്റെ പ്രശ്നം, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ തങ്ങൾക്ക് ബന്ധമില്ലാത്ത, തങ്ങളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ, സംഘടനകളും നേതാക്കന്മാരും കയറി ഇടപെടുകയാണ്. അപ്പോൾ അവർക്ക് സംരക്ഷണം കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. ഇതിനെ തിരുത്താനായിട്ട് ആര് തിരുത്തും എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ്. യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പോ മന്ത്രിയോ സാംസ്കാരിക മന്ത്രിയോ ഒന്നും അവരൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഞാൻ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ഒഴുക്കൻ മറുപടി പറഞ്ഞിട്ട് പത്രക്കാരുടെ മുമ്പിൽ നിന്ന് അവർ രക്ഷപ്പെടുന്ന കാഴ്ച സാധാരണമാണ്. അപ്പോൾ ഈ ഒരു സ്ഥിതി നമ്മൾ ഒരു സംഭവം മാത്രമല്ല, അനേക സംഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഒരു പക്ഷേ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഫാസ്റ്റ് പാസഞ്ചർ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ഓടിച്ചു വന്ന ഒരു ഡ്രൈവർ, അദ്ദേഹം കൃത്യസമയത്ത് തൻ്റെ ഡിപ്പോയിൽ തിരിച്ചെത്തണം, വണ്ടി അവിടെ എത്തിക്കണം, തൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കണം എന്നുള്ള ഇതിൽ വാഹനം ഓടിച്ചു വരവേ അദ്ദേഹത്തിന് പിന്നാലെ വന്ന കാറിന് സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒരു കാരണത്താൽ നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലെ ഒരു മാന്യ വ്യക്തി ഈ വാഹനം തടയുകയും ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നിയമ നടപടികളൊക്കെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. കാരണം കുറ്റവാളി അല്ലെങ്കിൽ കുറ്റാരോപിതയായ വ്യക്തി വളരെ പ്രമുഖമായ ഒരു സ്ഥാനം വഹിക്കുന്നു. അപ്പോൾ നിയമത്തിനതീതരാണ് തങ്ങൾ എന്ന് പല നിയമസഭ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലുള്ളവരും കരുതുകയാണ്. അവർക്കെന്ത് ചെയ്യാം? നിയമം ലംഘിക്കാം, ജനങ്ങളെ അവർക്ക് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ആക്ഷേപിക്കാം, അപമാനിക്കാം.
അത് മർദ്ദിക്കുക. അപ്പം അങ്ങനെ നിയമത്തെ കയ്യിലെടുക്കുക എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്ക് രാജ്യം, നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും, കേരള സംസ്ഥാനത്തിൻ്റെ സർക്കാർ അവരുടെ 5 വർഷം പൂർത്തിയാക്കി, 6ാമത്തെ അടുത്ത ടൈം കൂടെ കിട്ടി. അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെ ആർഭാട ആരവങ്ങളോടുകൂടി ഒരു പ്രത്യേക കാരവാൻ ബസ് തയ്യാറാക്കി. അത് വന്ന വഴിക്ക് ചില വിദ്യാർത്ഥി സംഘടനകൾ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി കരിങ്കൊടി കാണിക്കുകയുണ്ടായി. കരിങ്കൊടി കാണിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിലെ നമ്മുടെ പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു സൂചന, ഒരു സിമ്പലാണ്. അപ്പം അങ്ങനെ കരിങ്കൊടി കാണിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ 2-3 വ്യക്തികളെ ആ കൂട്ടത്തിൽ വന്നിട്ടുള്ള മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് വന്നിട്ടുള്ള പാർട്ടിയുടെ അനുയായികൾ ചേർന്ന് മർദ്ദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരൻ വന്നിട്ട് മർദ്ദിക്കുന്നു, ചെടിച്ചട്ടി എടുത്ത് തലക്കിട്ട് അടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇതിനെ വിശദീകരിക്കുകയാണ്? അപ്പോൾ ആ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് 2 കുട്ടികൾ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടി വീണു, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ പിടിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ വിചിത്രമായ രീതിയിൽ കാര്യങ്ങളെ അപഹാസ്യമായ രീതിയിൽ അതിനെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുക, അത് ജനങ്ങൾ വിശ്വസിച്ചു കൊള്ളണം എന്ന് ശഠിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ഇത് സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ നിയമത്തെ മാനിക്കാൻ കഴിയാത്ത ഒരു തലമുറ, ഇത് മുഖ്യമന്ത്രി അങ്ങനെ നിയമത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയോട് അടുത്തുള്ള അനുയായികളൊക്കെ നിയമം ലംഘിക്കാനായിട്ട് അവർക്കൊരു പ്രചോദനമാവും, പ്രേരണയാവും. അതിൻ്റെ സംഘടനകൾ, അതിലെ സർവീസ് സംഘടനകളിലെ ജീവനക്കാർ, അനുയായികൾ, ആ സംഘടനയിലെ വിദ്യാർത്ഥികൾ, അപ്പോൾ ഇവരൊക്കെ മാതൃകയാക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും MLA-മാരെയും MP-മാരെയൊക്കെയാണ്. ഇവരിങ്ങനെ നിർബാധം അവരുടെ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നടത്തുക, അതിനെ ന്യായീകരിക്കുക, അത് കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് അന്വേഷിക്കാനായിട്ട് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, അവരേതെങ്കിലും FIR ഇടുകയോ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അവരെ സ്ഥലം മാറ്റുക. വളരെ വിചിത്രമായൊരു കാര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം കടന്നു പോവുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, നിയമം പാലിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. സാധാരണ ജനങ്ങൾ, സാധാരണ പൗരന്മാർ, വോട്ടർമാർ, അവർ നിയമം പാലിക്കണം. ബാക്കി ഉദ്യോഗസ്ഥന്മാരും മറ്റ് പ്രമാണിമാരും അവർ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരല്ല, നിയമത്തിന് അതീതരാണ് എന്നുള്ള ധാരണ സമൂഹത്തിൽ പരന്നു വരികയാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് ഒരു ചെറുപ്പക്കാരൻ, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റൊരു കാറിനെ മറികടക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ചെറിയ ഒരു ഫ്രിക്ഷൻ ഉണ്ടായി. അപ്പോൾ അതേ സംബന്ധിച്ച് അങ്ങോട്ടേക്കോട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ആദ്യം പരിക്ക് പറ്റിയ വണ്ടിയുടെ ഡ്രൈവർ, അവർ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ, ഒരു സബ് ഇൻസ്പെക്ടറും ഒരു കോൺസ്റ്റബിളും. അപ്പോൾ അവർ വളരെ നിയമം ചട്ടങ്ങളൊക്കെ പാലിച്ച് ജീവിക്കേണ്ടവരാണ്, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ്. അവർ മദ്യപിച്ചിട്ടാണോ അതോ ഇനിയും ആ സമയത്ത് അവർക്ക് ദേഷ്യം വന്നിട്ടോ എന്തോ അവർ ചെറുപ്പക്കാരനെ വളരെ അപമാനിക്കാനായിട്ട് ശ്രമിച്ചു. ആ ചെറുപ്പക്കാരൻ പോലീസിൽ വിവരം അറിയിച്ചു. അപ്പോൾ അതറിഞ്ഞപ്പോൾ ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടെ ഈ ചെറുപ്പക്കാരൻ കാറിൻ്റെ മുമ്പിൽ കയറുന്നു. അവർ ആ ചെറുപ്പക്കാരനെ ഇടിച്ച് വീഴ്ത്തി അയാളെ ബോണറ്റിലിട്ടുണ്ട് കുറേ ദൂരം യാത്ര ചെയ്തു. അയാൾ ബോണറ്റിൽ നിന്ന് താഴെ വീണു, അയാളുടെ ദേഹത്തൂടെ കാർ ഇറങ്ങി, അയാൾ ചതഞ്ഞരിഞ്ഞ് മരിച്ചു. അപ്പോൾ ഇതൊക്കെ മാതൃകാപരമായ ശിക്ഷ കിട്ടാത്തത് കൊണ്ടും അച്ചടക്ക നടപടി വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യപ്പെടുന്നതുകൊണ്ടും ഒക്കെ ഉണ്ടാകുന്നൊരു സംഭവമാണ്. ഈ വക കാര്യങ്ങൾ വെറും ഒരു വാർത്ത മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നതാണ് എന്നുള്ള ചിന്തയോടുകൂടി ഓരോരുത്തരെ കാണാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ നിയമത്തെ സംരക്ഷിക്കും എന്നുള്ളൊരു സ്ഥിതി നാട്ടിലുണ്ടാകും. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.